കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ്സ് അസംബ്ലിയും പഠന ക്ലാസും സംഘടിപ്പിച്ചു. മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി പൂജ പി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ്സ് അസംബ്ലിയും പഠന ക്ലാസും സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ ഹാളിൽ നടത്തിയ അസംബ്ലിയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി പൂജ പി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുക, ഉപയോഗപ്പെടുത്തുക. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. കായംകുളം മുൻസിഫ് എ അനീസ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി എന്നിവർ സംസാരിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി സ്വാഗതവും ട്രഷറർ അഡ്വക്കേറ്റ് ഉണ്ണി വാര്യത്ത് നന്ദിയും പറഞ്ഞു. ഇതിലേക്ക് കടന്നു വരുന്ന അഭിഭാഷകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മുടെ വേദി കുറച്ചുകൂടി സജീവമായിട്ടുണ്ട്. ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് കാണുന്നത് തന്നെ വളരെ സന്തോഷം. പൂജ മാം പറഞ്ഞ പോലെ ഇപ്പോൾ ക്രിമിനൽ ലോ ഒരുപാട് അമെൻമെൻറ്റിലൂടെ കടന്നുപോയി. ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ക്രിമിനൽ സൈഡിൽ നിന്ന് 7 വർഷം ക്രിമിനൽ സൈഡിൽ ഇരുന്നിട്ടാണ് സിവിൽ സൈഡിലേക്ക് വന്നത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് സംഭവിച്ചത്. അപ്പം എനിക്ക് പോലും ഇനി അത് ഒന്നേന്ന് പഠിച്ചാൽ മാത്രമേ അടുത്ത ഒരു ക്രിമിനൽ സൈഡിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണെങ്കിലും അഭിഭാഷകരാണെങ്കിലും മാറുന്ന നിയമങ്ങൾ അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബാർ അസോസിയേഷൻ ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റിയെ തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്. ശ്രീ ജോണസ് റാൽഫ് സർ. അദ്ദേഹം വളരെ മനോഹരമായി മാം പറഞ്ഞ പോലെ മാമിൻ്റെ അനുഭവം പറഞ്ഞു. വളരെ മനോഹരം, ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷനെ വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് എക്സാമിനേഷൻ, അതെ മാം പറഞ്ഞ പോലെ ക്രോസ് എക്സാമിനേഷൻ, ലെങ്തി ക്രോസ് എക്സാമിനേഷനാണ് ഇപ്പോൾ ഇവിടെ ഞാനും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. ലെങ്തി ക്രോസ് എക്സാമിനേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മാം പറഞ്ഞ പോലെ എന്ത് ചോദിക്കാം, എന്ത് ചോദിച്ചുകൂടാ എന്നുള്ളത് ആ ഒരു ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷനാണ് ഒരു മികച്ച ലോയറിന് ഏറ്റവും അത്യാവശ്യം. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തപ്പോൾ മാം പറഞ്ഞ പോലെ 1-2 അഭിഭാഷകരിൽ മാത്രമേ ഞാനത് കണ്ടുള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ അദ്ദേഹം ചോദിക്കുള്ളൂ. കായംകുളത്ത് തന്നെ ഞാൻ ഒരു കേസ് ഉച്ചയ്ക്ക് ശേഷം എടുത്ത് പണ്ട് തുടങ്ങിയ കാലത്ത് വെച്ചിരുന്ന സമയത്ത് മാവേലിക്കരയിൽ ഒരു വക്കീൽ വന്നിട്ട് എന്നോട് മാവേലിക്കരയിൽ ജോണസ് റാൽഫിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അത് കാരണം എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, അത് ചെന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഒരു പേഴ്സണാലിറ്റിയുടെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പം ഒരു ടേൺ ഔട്ട് ഇതിലപ്പം കാണുന്നുണ്ട്. മാം പറഞ്ഞ പോലെ പ്രോഗ്രസീവ്ലി ടേൺ ഔട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഇപ്പം പുതിയ 3 ലോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. സീനിയേഴ്സ്, ജൂനിയേഴ്സ്, ഓഫീസേഴ്സ് എല്ലാവർക്കും അതിൽ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ കുറേ അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിലിനി കുറേ ഡിസിഷൻസ് വരാനുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമുക്ക് നോക്കാൻ തുടങ്ങിയാൽ നമുക്ക് ത്രൂ ഔട്ട് ആ കരിയർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഫർദർമോർ ഇപ്പം സിവിലൊക്കെ പതുക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാവരും ക്രിമിനൽ കേസുകളിലായിരിക്കും കുറേയും കൂടെ ഒരു അവരുടെ കുറച്ച് നാളത്തേക്ക് ഒരു 1-1.5 മാസത്തേക്ക് വരുന്നത്. അപ്പം അവരുടെ ആ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസും ക്രിമിനൽ ലോയും ഒക്കെ ഒന്ന് തട്ടി എടുക്കുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. ക്രിമിനൽ നിയമം എന്ന വിഷയത്തിൽ പ്രമുഖ അഭിഭാഷകൻ ജോൺ എസ് റാൽഫ് ക്ലാസ് നയിച്ചു. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇതനുസരിച്ചിട്ട് ഇംഗ്ലീഷ് നമ്മളുടെ നിയമങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴും ഇംഗ്ലീഷ് നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. യാതൊരു വ്യത്യാസമില്ല. ബ്രിട്ടീഷ് നിയമങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. CRPC ആണെങ്കിൽ കോഡ് നെപ്പോളിയൻ്റെ നിയമങ്ങളും, ബ്രിട്ടീഷ് ലോ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലോ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള കംപ്ലീറ്റ് സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അതും യൂറോപ്യനാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത് USA നിന്നാണ്. എമർജൻസി വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഡ്യൂ പ്രോസസ് ലോ വരുന്നത് ജപ്പാനിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നും ഇന്ത്യൻ അല്ല, നമ്മളെല്ലാം യൂറോപ്യനാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഫോറിനാണ്. അതിന് ഇപ്പം ഇത് ഇന്ത്യനൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിയമങ്ങൾ നമ്മൾ അവരെക്കാളും ഒരു 400-500 കൊല്ലം പുറകിലാണ്. 1860 ഇത് എഴുതുമ്പോൾ നിങ്ങളതിൻ്റെ 1835 ഡ്രാഫ്റ്റ് നോക്കിയാൽ അറിയാം. അതിൽ 1575 സോണ്ടേഴ്സിൻ്റെ കേസ് മുതൽ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1575. അപ്പോൾ നമ്മൾ എത്രയോ വർഷം പുറകിലാണെന്ന് ആലോചിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് 400 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മളൊരിക്കലും മൈൻഡ് അപ്ലൈ ചെയ്യാണ്ടാണ് നമ്മൾ റീഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്.
അതായത് നമ്മളിപ്പോഴും ഇംഗ്ലീഷ് ലോ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചേഞ്ചസിന് പകരം എന്താണ് ക്രിമിനൽ ലോൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് സെക്ഷൻ്റെ നമ്പർ പഠിക്കുക എന്നുള്ളതാണ്. സെക്ഷൻ്റെ നമ്പർ ഇപ്പോൾ രണ്ടാമത് പഠിക്കേണ്ടി വരും, ഒബ്വിയസ്ലി രണ്ടാമത് പഠിക്കേണ്ടി വരും. അല്ലാതെ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളില്ല. പിന്നെ അത് ഇത്രയും ജൂനിയേഴ്സിനെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജൂനിയേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ സാറ് പറയാറുണ്ട്, ഹാർഡ് വർക്ക് അല്ലാണ്ട് വേറെ ഇതിലും യാതൊരു മാർഗ്ഗമില്ല ഇതിൽ സക്സീഡ് ചെയ്യാനായിട്ട്. ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയുടെ അനാച്ഛാദനം ജില്ലാ ജഡ്ജി നിർവഹിച്ചു. CB ന്യൂസ് കായംകുളം.